രണ്ടാം വർഷ ഹയർ സെക്കൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ലാസ്റ്റത്തെ ചാപ്റ്റർ ഇൻഡെക്സ് നമ്പറാണ്. ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ എക്കണോമിക്സിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഇൻഡെക്സ് നമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിൽ വരുന്ന ഇൻഡെക്സ് നമ്പറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് സാധനങ്ങളുടെ വില ഉയരുന്നത്, താഴുന്നത്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉയരുന്നത്, താഴുന്നത്, ഇമ്പോർട്ടും എക്സ്പോർട്ടും ഉയരുന്നത്, താഴുന്നത്, ക്രൈംസ് കൂടുന്നത്, കുറയുന്നത്, ഇതെല്ലാം തന്നെ ഇൻഡെക്സ് നമ്പറുമായി ബന്ധപ്പെട്ട നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇൻഡെക്സ് നമ്പറാണ്. കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം വില കൂടുന്നു കുറയുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പം ഒരു സാധനത്തിന് വില കൂടുന്നു കുറയുന്നു എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു പീരീഡുമായി കമ്പയർ ചെയ്തായിരിക്കും നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞ വർഷത്തെയോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഒരു പീരീഡിനെയോ ബേസ് ചെയ്തായിരിക്കും പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു പീരീഡിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ആ ബേസ് പീരീഡ് ഉണ്ടായിരിക്കും. ആ ബേസ് പീരീഡിനെ നമ്മൾ സാധാരണ P0 കൊണ്ട്, പ്രൈസ് ആണെങ്കിൽ അതിനെ P0 കൊണ്ടും, ക്വാണ്ടിറ്റി ആണെങ്കിൽ Q0 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇനി ഇൻഡെക്സ് നമ്പറിനെ നമ്മൾ പ്രധാനമായും ഒരു പേര് വിളിക്കാറുണ്ട്, എക്കണോമിക് ബാരോമീറ്റേഴ്സ്. ഇങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ 1 കിലോ അരിയുടെ വില 2018 ജാനുവരിയിൽ 35 രൂപ ആണെന്ന് വെച്ചോളൂ. എങ്കിൽ 2019 ജാനുവരി ആയപ്പോൾ അതിൻ്റെ വില 45 രൂപയായി എന്ന് വെച്ചോളൂ. എങ്കിൽ എന്താണ് സംഭവിച്ചത്? 10 രൂപ ഇൻക്രീസ് ചെയ്തു. അതായത് ഇപ്പം ബേസ് 100 എടുക്കുകയാണെങ്കിൽ 135 എന്നുള്ളത് 145 മാറി. അതായത് 10% ഇൻഫ്ലേഷൻ നടന്നു, പണപ്പെരുപ്പം ഉണ്ടായി നമ്മുടെ എക്കണോമിയിൽ എന്ന് നമുക്ക് പറയാം. ഇൻഡെക്സ് നമ്പറിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് നോക്കാം. Index number is a statistical measure designed to show changes in a variable or a group of related variable with respect to time, geographic location or other characteristics such as income, profession, etc. അതായത് ഇൻകം, പ്രൈസ് തുടങ്ങിയവയിൽ ഉണ്ടാകുന്ന സമയത്തിന് അനുസൃതമായി ഉണ്ടാകുന്ന വ്യതിയാനം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് ഇൻഡെക്സ് നമ്പർ. ഈ ഇൻഡെക്സ് നമ്പറിൻ്റെ ബേസ് പീരീഡും കറണ്ട് പീരീഡും ഒന്നും കൂടി പറയാം. The period or year for which index number is calculated is called the current period or current year. Index number measures the relative changes with reference to a time period. This period is known as the base year or base period. ബേസ് ഇയർ പ്രൈസിനെ നമ്മൾ P0 കൊണ്ടും ബേസ് ഇയർ ക്വാണ്ടിറ്റിയെ നമ്മൾ Q0 കൊണ്ടും കറണ്ട് ഇയർ പ്രൈസിനെ നമ്മൾ P1 കൊണ്ടും കറണ്ട് ഇയർ ക്വാണ്ടിറ്റിയെ നമ്മൾ Q1 കൊണ്ടുമാണ് സാധാരണ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾക്ക് യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് പറയാം. ഇൻഡെക്സ് നമ്പറിന് ധാരാളം യൂസസ് ഉണ്ട്. അതായത് പോളിസി ഫോർമേഷൻ, സർക്കാരിൻ്റെ പോളിസി ഫോർമേഷനിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA നിശ്ചയിക്കുന്നത്, ഇപ്പം തന്നെ ന്യൂസ് പേപ്പറിൽ കൂടെ വരാറുണ്ടല്ലോ, 7% കൂട്ടി DA, സർക്കാർ ഉദ്യോഗസ്ഥരുടെ 3% DA വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ DA നിശ്ചയിക്കുന്നത്, സാലറി ഫിക്സ് ചെയ്യുന്നത്, സാധനങ്ങളുടെ വില നിശ്ചയിക്കുന്നത്, സാധനങ്ങളുടെ വിലയുടെ ടാക്സ് നിശ്ചയിക്കുന്നത്, HRA ഹൗസ് റെൻറ്റ് അലവൻസ് നിശ്ചയിക്കുന്നത് തുടങ്ങിയവയൊക്കെ തന്നെ ഇൻഡെക്സ് നമ്പറിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഇനി DAയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നവരുണ്ട്. അമേരിക്കയിൽ ചെന്നാൽ അവർക്ക് 10 വർഷത്തിന് മുമ്പ് ലഭിച്ച സാലറി തന്നെയായിരിക്കും ഇപ്പം ചെന്നാൽ ലഭിക്കുന്നത്. കാരണം എന്താണ്? അവിടെ DA വർധനവില്ല. അവിടെ 1 കിലോ ഗോതമ്പിൻ്റെ വില $3 10 വർഷത്തിന് മുമ്പെന്ന് വെച്ചോളൂ. എങ്കിൽ ഇപ്പോഴും 1 കിലോ ഗോതമ്പിൻ്റെ വില $3 തന്നെയാണ്. അല്ലെങ്കിൽ വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ചേ വരികയുള്ളൂ. അതുകൊണ്ട് അവിടെ DA വർധനവില്ല. മറ്റു തരത്തിൽ സാലറിയിൽ ഇൻക്രീസ്മെൻറ്റ് ഉണ്ടാകാം, പക്ഷേ DA ഉൾപ്പെടെയുള്ള ഒരു വർധനവ് അവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല. യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സിൽ വരുന്നത് ഹെൽപ്പ് ഇൻ ഫ്രെയിമിംഗ് സ്യൂട്ടബിൾ പോളിസീസ്. ഇൻഡെക്സ് നമ്പേഴ്സ് ഹെൽപ്പ് ഇൻ സ്റ്റഡിയിങ് ട്രെൻഡ്. അതായത് ട്രെൻഡ് ഓഫ് എക്സ്പോർട്ട് ഇമ്പോർട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കുന്നു. ഹെൽപ്പ് ഇൻ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ എക്കണോമിക് ആക്ടിവിറ്റി.
അതുപോലെ ഹെൽപ്പ് ഇൻ മെഷറിംഗ് റിയൽ വേജസ്. റിയൽ വേജ് കണ്ടുപിടിക്കാൻ ഒരു ഫോമുലയുണ്ട്. മണി വേജ് ബൈ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ഇൻറ്റു 100 എന്നാണ് ആ ഫോമുല. അതുപോലെ തന്നെ ഹെൽപ്പ് ഇൻ മെഷറിംഗ് പർച്ചേസിംഗ് പവർ ഓഫ് മണി. അതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പർ യൂസ്ഡ് ടു സ്റ്റഡി ഇൻഫ്ലേഷൻ ഓർ ഡിഫ്ലേഷൻ. ഇനി ഇൻഡെക്സ് നമ്പറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഇൻഡെക്സ് നമ്പർ എന്നും വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ എന്നും. സിമ്പിൾ ആവറേജ് ഫോർ റിലേറ്റീവ് ഈസ് ടേംഡ് ആസ് സിമ്പിൾ ഇൻഡെക്സ് നമ്പർ. Different simple index numbers are simple arithmetic mean price index number, simple geometric mean price index number, simple harmonic mean price index number. നാലാമത്തെ കാറ്റഗറി സിമ്പിൾ അഗ്രിഗേറ്റ് ഇൻഡെക്സ്. ഇങ്ങനെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ സിമ്പിൾ അരിത്തമെറ്റിക് മീൻ പ്രൈസ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഫോമുല എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ, വേറെ എക്സ് എന്ന് പറഞ്ഞാൽ പ്രൈസ് റിലേറ്റീവ് എന്നാണ് അറിയപ്പെടുന്നത്. എക്സിൻ്റെ ഫോമുല P1/P0 × 100 ആണ്. ഇനി എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കമ്മോഡിറ്റീസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കമ്മോഡിറ്റികളുടെ എണ്ണമാണ്. ഇനി ജോമെട്രിക് മീൻ പ്രൈസ് ഇൻഡെക്സിൻ്റെ ഫോമുല എന്ന് പറഞ്ഞാൽ എന്ത് റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് എൻ ഒബ്സർവേഷൻസ്, അതായത് എന്ത് റൂട്ട് ഓഫ് x1, x2, etc. xn. ഇനി സിമ്പിൾ ഹാർമോണിക് മീൻ പ്രൈസ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഫോമുല എന്ന് പറഞ്ഞാൽ n/σ 1/x. ഇനി സിമ്പിൾ അഗ്രഗേറ്റ് ഇൻഡെക്സിൻ്റെ ഫോമുല എന്ന് പറഞ്ഞാൽ സിഗ്മ P1/σ P0 × 100. ഇതിൽ ആദ്യം നമ്മൾ പറഞ്ഞ അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ ഇതിൻ്റെ ഫോമുലകളെല്ലാം തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച അതേ ഫോമുലകൾ തന്നെയാണ്. അഗ്രഗേറ്റ് മാത്രമേ ഉള്ളൂ പുതിയതായി വരുന്നത്. ഇനി നമ്മൾക്ക് ഇതിനെ ബേസ് ചെയ്തുള്ള ഒരു പ്രോബ്ലം പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ പറയുന്നതെല്ലാം. കമ്പ്യൂട്ട് എ പ്രൈസ് ഇൻഡെക്സ് ഫോർ ദ ഫോളോയിങ് ബൈ യൂസിങ് സിമ്പിൾ അരിത്തമെറ്റിക് മീൻ പ്രൈസ് ഇൻഡെക്സ്, സിമ്പിൾ ജോമെട്രിക് മീൻ പ്രൈസ് ഇൻഡെക്സ്, സിമ്പിൾ ഹാർമോണിക് മീൻ പ്രൈസ് ഇൻഡെക്സ്. ഫസ്റ്റ് കോളം കമ്മോഡിറ്റീസ് ആണ് ബീൻസ്, പൊട്ടാറ്റോ, ടൊമാറ്റോ, ഒനിയൻ. സെക്കൻഡ് കോളം പ്രൈസ് പെർ കിലോഗ്രാം ഇൻ 2012, അതായത് 20, 30, 10, 25. പ്രൈസ് പെർ kg ഇൻ 2014, അത് 25, 30, 15, 35. ഇങ്ങനെയാണ് 3 കോളങ്ങൾ തന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യം തന്നെ ഈ കോളത്തിൽ P0യെയും P1നെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കണം. പഴയ വർഷം 2012 14 തരുമ്പോൾ ഏറ്റവും പഴയ വർഷം ഏതാണോ, അതായത് 12ലെ ഏറ്റവും പഴയ വർഷം, ആ പഴയ വർഷത്തിനെ P0 എന്നും കമ്പാരിറ്റീവ്ലി പുതിയ വർഷത്തിനെ P1 എന്നും കൊടുക്കുക. അപ്പോൾ P0യുടെ താഴെ വരുന്നത് 20, 30, 10, 25 ആണ്. P1ൻ്റെ താഴെ വരുന്നത് 25, 30, 15, 35 ആണ്. P0കളുടെ സമ്മും എടുക്കുക, P1ൻ്റെ സമ്മും എടുക്കുക. ഇനി അടുത്ത തേർഡ് കോളത്തിൽ x = P1/P0 × 100 ചെയ്യുക. അതായത് ഓരോ P1നെയും കറസ്പോണ്ടിങ് P0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ആദ്യം ചെയ്യേണ്ടത് 25/20 × 100, അത് ചെയ്യുമ്പോൾ 125 വരും. അങ്ങനെ എല്ലാത്തിനും ചെയ്യുമ്പോൾ ഒന്നിന് 125, അടുത്തത് 100, അടുത്തത് 150, അടുത്തത് 140 എന്ന് വരും. അതിൻ്റെ സം എടുക്കുമ്പോൾ 515 വരും. സിമ്പിൾ അരിത്തമെറ്റിക് മീൻ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഫോമുല സിഗ്മ എക്സ് ബൈ എൻ. ഇവിടെ സിഗ്മ എക്സ് എന്ന് പറയുന്നത് 515 ആണ്. എൻ എന്ന് പറഞ്ഞാൽ 4 ഐറ്റം ഉള്ളത് കൊണ്ട് എൻ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ സിമ്പിൾ അരിത്തമെറ്റിക് മീൻ പ്രൈസ് ഇൻഡെക്സ് ഈസ് 515 / 4. ആൻസർ വരിക 128.75 ആണ്. സിമ്പിൾ ജോമെട്രിക് മീൻ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇവിടെ 4 ഐറ്റം ഉണ്ട്. അതുകൊണ്ട് 4 ഐറ്റവും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ 4th റൂട്ട് എടുത്താൽ മതിയാകും. 4th റൂട്ട് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ അത് റേസ്ഡ് 1/4 എന്ന് എഴുതിയിട്ടിരുന്നാലും മതിയാവും. അപ്പോൾ 125 × 100 × 150 × 140 അതിൻ്റെ എല്ലാം കൂടി 4th റൂട്ട് എടുക്കുമ്പോൾ വരുന്ന ആൻസർ 127.29 ആണ്. ഇനി സിമ്പിൾ ഹാർമോണിക് മീൻ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ n/σ 1/x. ആ ഫോമുലയിൽ എന്നിന് പകരം 4 കൊടുക്കുക. 1/x എന്ന് പറയുന്നതിൻ്റെ സമ്മ് കാണുക. അതായത് 1/125 + 1/100 + 1/150 + 1/140 ചെയ്യുക. അപ്പോൾ വരുന്ന ആൻസർ 124.22 ആണ്. ഇനി അടുത്ത നമുക്ക് കാണാനുള്ളത് സിമ്പിൾ അഗ്രഗേറ്റ് മെത്തേഡാണ്. സിമ്പിൾ അഗ്രഗേറ്റിൻ്റെ ഫോമുല സിഗ്മ P1/σ P0 × 100 ആണ്. അത് ചെയ്യുമ്പോൾ വരുന്നത് 105 / 85 × 100 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 123.5 വരും. അടുത്തതായി നമുക്ക് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കേണ്ട സാഹചര്യം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ഇൻഡെക്സ് നമ്പറിൽ നമ്മൾ എല്ലാ കമ്മോഡിറ്റീസിനും ഈക്വൽ വെയിറ്റ് ആണ് കൊടുത്തത്. പക്ഷേ റിയൽ ലൈഫിൽ എല്ലാ കമ്മോഡിറ്റീസിനും ഈക്വൽ വെയിറ്റ് അല്ല വരുന്നത്. ഓരോ കമ്മോഡിറ്റിക്കും ചിലവാകുന്ന പണത്തിന് ആനുപാതികമായി അതിൻ്റെ ഇമ്പോർട്ടൻസ് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും.
പിയെ പ്രൈസ് കൊണ്ടും ക്യൂവിനെ ക്വാണ്ടിറ്റി കൊണ്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ WPQ എന്ന് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വരുന്ന പ്രൈസ് ഇൻഡെക്സ്, വെയ്റ്റഡ് പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് പേസ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ, പാഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ, ഫിഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ, ഇങ്ങനെ 3 തരത്തിലുള്ള പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് വരുന്നുണ്ട്. ഇതിൽ ലാസ്റ്റ് പേസ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ്റെ ഫോമുലയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾ വെയ്റ്റിൽ അരിത്തമെറ്റിക് മീൻ്റെ ഫോമുല പഠിച്ചിട്ടുണ്ടല്ലോ, സിഗ്മ WX ഡിവൈഡഡ് ബൈ സിഗ്മ W. ഇത് ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഇവിടെ വെയ്റ്റ് കണ്ടുപിടിക്കുന്നത് ബേസ് പീരീഡിനെ ആനുപാതികമായിട്ട് ആണ്. W എന്ന് പറയുന്നത് ഇവിടെ P0 Q0 ആണ്. X എന്ന് പറയുന്നത് P1 by P0 into 100 ആണ്. After using in the formula x bar is equal to sigma WX by sigma W, അങ്ങനെ Wന് പകരം P0 Q0യും Xന് പകരം P1 by P0 into 100ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് പേസ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഫോമുല കിട്ടും. ഇറ്റ് ഈസ് സിഗ്മ P1 Q0 divided by sigma P0 Q0 into 100 എന്നാണ്. അടുത്തത് നമുക്ക് പാഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പറാണ്. പാഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പറിൽ വെയ്റ്റ്സ് ആർ ഡിറ്റർമൈൻഡ് ആസ് പെർ കറണ്ട് ഇയർ എന്നാണ്. അതായത് ഇവിടെ W എടുക്കുന്നത് P0 Q1 എന്നാണ്. X എന്ന് പറയുന്നത് P1 by P0 into 100 തന്നെയാണ്. അപ്പോൾ എക്സ് ബാർ കണ്ടുപിടിക്കുന്ന ഫോമുല സിഗ്മ WX ബൈ സിഗ്മ Wയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ പാഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ക്യാപിറ്റൽ P കൊണ്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. P ഈസ് ഈക്വൽ ടു സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 into 100 എന്ന് വരും. ഇനി മൂന്നാമത്തെ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് ഫിഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പറാണ്. ഫിഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഈസ് ദ ജോമെട്രിക് മീൻ ഓഫ് ലാസ്റ്റ് പേസ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആൻഡ് പാഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്നാണ് പറയുന്നത്. അതായത് F ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് L into P. അതായത് എഫ് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ലാസ്റ്റ് പേസ് പ്രൈസ് ഇൻഡെക്സ് നമ്പറും പാഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ റൂട്ട് എടുത്താൽ മതിയാകും. അതുകൊണ്ട് എഫിൻ്റെ ഫോമുല വരുന്നത് root of sigma P1 Q0 divided by sigma P0 Q0 into sigma P1 Q1 divided by sigma P0 Q1 into 100. 100 റൂട്ടിന് വെളിയിലാണ്. ഈ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറിൻ്റെ വേറൊരു പേര് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്നാണ്. കാരണം ഇതിനകത്ത് P0 കറണ്ട് ഇയർ പ്രൈസ്, ബേസ് ഇയർ പ്രൈസ്, കറണ്ട് ഇയർ ക്വാണ്ടിറ്റി, ബേസ് ഇയർ ക്വാണ്ടിറ്റി എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻഡെക്സ് നമ്പറിൻ്റെ ഏറ്റവും നല്ല ആവറേജ് ഏതാണ് എന്ന് ചോദിച്ചാൽ ജോമെട്രിക് മീൻ ആണ്. ആ ഒരു കാരണം കൊണ്ടും ഐഡിയൽ ഇൻഡെക്സ് നമ്പറാക്കി വെച്ചിരിക്കുന്നത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറിനെയാണ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലത്തിലോട്ട് വരാം. കൺസ്ട്രക്ട് ഇൻഡെക്സ് നമ്പർ ഓഫ് പ്രൈസ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ ബൈ അപ്ലൈയിങ് ലാസ്റ്റ് പേസ് മെത്തേഡ്, പാഷേഴ്സ് മെത്തേഡ് ആൻഡ് ഫിഷേഴ്സ് മെത്തേഡ്. ഫസ്റ്റ് കോളം കമ്മോഡിറ്റീസ് ഗീ, റൈസ്, വീറ്റ്. സെക്കൻഡ് കോളത്തിന് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2013 പ്രൈസും ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട്, 2014 പ്രൈസും ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട്. 2013 പ്രൈസ് എന്ന് പറയുന്നത് 40, 30, 26, ക്വാണ്ടിറ്റി 125. 2014 പ്രൈസ് എന്ന് പറയുന്നത് 60, 36, 30, ക്വാണ്ടിറ്റി 124, 4. ഇത് പഴയ വർഷം എന്ന് പറയുന്നത് 2013 അതുകൊണ്ട് അതിൻ്റെ പ്രൈസിനെ നമ്മൾ P0 എന്നും അതിൻ്റെ ക്വാണ്ടിറ്റിയെ നമ്മൾ Q0 എന്നും വിളിക്കുക. പുതിയ വർഷം എന്ന് പറയുന്നത് 2014 അതുകൊണ്ട് അതിൻ്റെ പ്രൈസിനെ നമ്മൾ P1 എന്നും ക്വാണ്ടിറ്റിയെ നമ്മൾ Q1 എന്നും വിളിക്കുക. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യണം. P0 കോളത്തിൽ വരുന്നത് 40, 30, 26 ആണ്. Q0 കോളത്തിൽ വരുന്നത് 125 ആണ്. P1 കോളത്തിൽ വരുന്നത് 60, 36, 30 ആണ്. Q1 കോളത്തിൽ വരുന്നത് 124, 4 ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് പേസ് കണ്ടുപിടിക്കാൻ വേണ്ടുന്ന സംഗതികളെന്ന് പറഞ്ഞാൽ P1 Q0യും വേണം, P0 Q0യും വേണം. അപ്പോൾ അതിന് രണ്ടിനും 2 കോളങ്ങൾ നിങ്ങൾ വരച്ചുണ്ടാക്കണം.
P1 Q0 എന്ന് പറഞ്ഞാൽ P1 എന്ന് പറയുന്ന വരുന്ന ഐറ്റത്തിനെ Q0 എന്ന് പറയുന്ന ഐറ്റം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഇവിടെ P1ൽ ആദ്യം വരുന്നത് 60 ആണ്, Q0ൽ വരുന്നത് 1 ആണ്. അന്നേരം 60ഉം 1ഉം കൂടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ 60 എന്ന് തന്നെ എഴുതും. അടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ 20ഉം 36ഉം ആണ്. 20ഉം 36 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 720 വരും, അങ്ങനെ എഴുതുക. അങ്ങനെ ആ കോളം ഫില്ല് ചെയ്യുക, അതിൻ്റെ ടോട്ടലും കണ്ടുപിടിക്കുക. അതാണ് 930 വരിക. ഇനി P0 Q0യും വേണം ലാസ്റ്റ് സ്പേസ് കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് ഈ P0യുടെ കോളത്തിൽ വരുന്ന 40 ആണ് ആദ്യത്തെ വാല്യൂ, Q0യുടെ കോളത്തിൽ വരുന്ന ആദ്യത്തെ വാല്യൂ 1 ആണ്. അപ്പോൾ 40ഉം 1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക 40. തൊട്ടടുത്ത വാല്യൂ വരുന്നത് 13ഉം 20ഉം ആണ്. 13ഉം 20ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ നമുക്ക് 600 വരും. അടുത്തത് 26ഉം 5ഉം ആണ്, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 130 വരും. അതിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം. ആ കോളത്തിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 770 ആണ്. അതായത് സിഗ്മ P0 Q0 എന്ന് പറയുന്നത് 770 ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സം എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് സിഗ്മ. അപ്പോൾ നമുക്ക് 930 വന്നു. ഒന്ന് P1 Q0 930 വന്നു, P0 Q0യുടെ സം എന്ന് പറഞ്ഞാൽ 770 വന്നു. രണ്ടും കൂടി ഡിവൈഡ് ചെയ്തു, എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് പേസ് പ്രൈസ് ഇൻഡെക്സ് അതായത് ക്യാപിറ്റലിൻ്റെ വാല്യൂ കിട്ടി, അതാണ് 120.78. ഇനി പാഷേഴ്സ് പ്രൈസ് ഇൻഡെക്സിലേക്ക് വരാം. അതിൻ്റെ ഫോർമുല സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100 ആണ്. സിഗ്മ P1 Q1 നമ്മൾ കണ്ടുപിടിക്കണം. P1 എന്ന് പറയുന്ന കോളത്തിൽ ആദ്യത്തെ വാല്യൂ 60 ആണ്, Q1 എന്ന് പറയുന്ന കോളത്തിൽ ആദ്യത്തെ വാല്യൂ 1 ആണ്. തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് 60 വരും. അതുപോലെ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് P1ൽ 36 ആണ്, Q1ൽ 24 ആണ്. തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 864 വരും. അടുത്ത P1ലെ വാല്യൂ 30 ആണ്, Q1ലെ അടുത്ത വാല്യൂ 4 ആണ്. 30 × 4 120 വരും. അങ്ങനെ ആ കോളത്തിൻ്റെ എല്ലാം കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 1044 ആണ്. ഇനി പാഷയെ കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടുന്ന സംഗതി എന്ന് പറഞ്ഞാൽ P0 Q1 ആണ്. P0 എന്ന് പറയുന്ന കോളത്തിൽ ആദ്യം തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 40 ആണ്. Q1 എന്ന് പറയുന്ന കോളത്തിൽ ആദ്യം തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അന്നേരം 40ഉം 1 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പം 40 വരും. അടുത്തത് 13 24 ആണ് വാല്യൂസ്, കറസ്പോണ്ടിങ് വാല്യൂസ്. അന്നേരം 13 24 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 720 വരും. അങ്ങനെ ആ കോളത്തിൻ്റെ സം കിട്ടുന്നത് നമുക്ക് 864 ആണ്. അപ്പോൾ നിങ്ങളത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ P0 Q1ൻ്റെ സം വരുന്നത് 864 ആണ്. അപ്പോൾ നമ്മൾ പാഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കാണാനായിട്ട് സിഗ്മ P1 Q1 എന്ന് പറയുന്ന 1044നെ സിഗ്മ P0 Q1 എന്ന് പറയുന്ന 864 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 120.83 ആണ്. ഇനി ലാസ്റ്റായി നമുക്ക് ചെയ്യാനുള്ളത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറാണ്. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഡയറക്റ്റ് ഫോർമുല വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച ലാസ്റ്റ് പേയും പാഷയും കൂടി കണ്ടുപിടിച്ച ആൻസർ എടുത്തിട്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുത്താലും മതിയാകും. നമ്മൾ ആദ്യം ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുകയാണ്. ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫിഷേഴ്സിൻ്റെ ഫോർമുല എഴുതുക. സിഗ്മ P1 ഫിഷേഴ്സിൻ്റെ ഫോർമുല എഴുതുക. F is equal to square root of sigma P1 Q0 divided by sigma P0 Q0 into sigma P1 Q1 divided by sigma P0 Q1 into 100 എന്നുള്ള ആ ഫോർമുല എഴുതുക. അതിനകത്ത് വേണ്ടുന്ന 4 സംഗതികളും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ടേബിളിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ആ 4 സംഗതികളും ഈ റൂട്ടിനുള്ളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വരുന്നത് റൂട്ട് ഓഫ് 930 by 770 into 1044 divided by 864 into 100. റൂട്ട് ഉണ്ട്. എഫ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 930 divided by 770 into 1044 divided by 864 into 100. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ 120.80 ആണ്. ഇനി ഡയറക്റ്റ് മെത്തേഡിൽ എഫ് കണ്ടുപിടിക്കുകയാണോ എങ്കിൽ എഫ് ഇസ് ഈക്വൽ റൂട്ട് ഓഫ് എൽ ഇൻറ്റു പി. അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ എൽ എന്ന് പറയുന്നത് 120.78ഉം പി എന്ന് പറയുന്നത് 120.83ഉമാണ്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 120.78 ഇൻറ്റു 120.83. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെ വരും 120.80. നിങ്ങൾ ഈ രണ്ട് മെത്തേഡിലും ഫിഷേഴ്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. ലാസ്റ്റ് പേസ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ, പാഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ, ഫിഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ, ഇത് മൂന്നും സ്ഥിരമായി എക്സാമിനേഷനിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇതൊരു സ്കോറിംഗ് ചാപ്റ്റർ ആണെന്ന് മറക്കരുത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ ഡെഫിനിഷൻ പറയാം.
Consumer price index number, it is also known as cost of living index number, indicate the relative change in a basket of goods and services consumed at two intervals of time. Cost of living index is equal to total expenditure in current year by total expenditure in base year into 100. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100 ആണ്. അതായത് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്മളുടെ നേരത്തെ പഠിച്ച ലാസ്റ്റ് പേയേഴ്സ് ഇൻഡെക്സ് നമ്പറിൻ്റെ അതേ ഫോർമുല തന്നെയാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നതിന് ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. ഈ ബാസ്ക്കറ്റിനകത്ത് നമ്മൾ ഇടുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ത്യക്കാർ സാധാരണയായി ഉപയോഗിക്കുന്ന 299 സാധനങ്ങളും സേവനങ്ങളുമാണ് നമ്മൾ ഈ ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കുന്നത്. എന്നിട്ട് ഈ സാധനങ്ങൾക്ക് ഓരോ മാസവും ഉണ്ടാകുന്ന വില വ്യതിയാനം നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ വില വ്യതിയാനത്തിൻ്റെ ആവറേജ് ഓരോ വർഷവും കണ്ടുപിടിക്കും. ഇതാണ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എന്ന് അറിയപ്പെടുന്നത്. പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ റേറ്റ് കണ്ടുപിടിക്കാനായി കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ, അതായത് 2013 മുമ്പ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആയിരുന്നു പണപ്പെരുപ്പം കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ് കണ്ടുപിടിക്കാനായി ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓരോ കൺസ്യൂമറും റീറ്റെയിൽ പ്രൈസ് കൊടുക്കുന്നത് എത്രയാണ് എന്ന് മനസ്സിലാക്കുകയും ഓരോ കൺസ്യൂമറിനും അതിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് മാറ്റിയിട്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ റേറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാനുള്ള കാരണം. ഇന്ത്യയിലാണെങ്കിൽ 1990s 13%, അതായത് 2 ഡിജിറ്റ് നമ്പേഴ്സ് 13%, 14% എന്നിങ്ങനെയായിരുന്നു ഇന്ത്യയിൽ പണപ്പെരുപ്പം. പക്ഷേ ഇപ്പോൾ, അതായത് കഴിഞ്ഞ 2019 നമ്മളുടെ ഇൻഫ്ലേഷൻ റേറ്റ് പണപ്പെരുപ്പം എന്ന് പറയുന്നത് 3.6% ആണ്. ഇപ്പോൾ 2020 ആയപ്പോൾ കൊറോണ വന്നതോടുകൂടി അത് ഏതാണ്ട് 4.67%ഓളം ആയിട്ടുണ്ട്. ഇനിയും അത് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. കൺസ്ട്രക്ട് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പർ ഫോർ ദ ഇയർ 2014 ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. ഫസ്റ്റ് കോളം കമ്മോഡിറ്റീസ് ABCD വരും. പ്രൈസ് 2013 അതിൽ 53711 വരും. 2014 84714 വരും. ക്വാണ്ടിറ്റി 2013 80 90 60 20 വരും. 2014 100 100 60 25 വരും. കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് P1 Q0 P0 Q0 ഇവയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് പഴയ പ്രൈസുകളെ, അതായത് 2013 പ്രൈസുകളെ P0 എന്ന കോളത്തിൽ എഴുതുക. P0 കോളത്തിൽ വരുന്നത് 53711 ആണ്. P1 കോളത്തിൽ വരുന്നത് 84714 ആണ്. പഴയ ക്വാണ്ടിറ്റി, അതായത് 2013 ക്വാണ്ടിറ്റി, അതിനെ നമ്മൾ Q0 എന്ന് വിളിക്കുക. Q0 കോളത്തിൽ 80 90 60 20 വരും. പുതിയ ക്വാണ്ടിറ്റി, അതായത് 2014 ക്വാണ്ടിറ്റി, അതിനെ Q1 എന്ന് വിളിക്കുക. ആ കോളത്തിൽ 100 100 60 25 വരും. നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി P1 Q0യും കണ്ടുപിടിക്കണം, P0 Q0യും കണ്ടുപിടിക്കുക. അതായത് P1 Q0 കാണാൻ P1 കോളത്തിലെ ഓരോ ഐറ്റത്തിനെയും Q0 കോളത്തിലെ ഓരോ ഐറ്റം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂസ് 640 360 420 280 ഇവയാണ്. ഇതിൻ്റെ സം കാണുമ്പോൾ 1700 വരും. അടുത്തത് P0 Q0 കാണാനായി P0 കോളത്തിലെ ഓരോ ഐറ്റത്തിനെയും Q0 കോളത്തിലെ ഓരോ ഐറ്റം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ വരുന്നത് 400 270 420 220 എന്നിങ്ങനെ വരും. അതിൻ്റെ സമ്മ 1310 ആണ്. അപ്പോൾ കോസ്റ്റ് ലിവിങ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1700 ഡിവൈഡഡ് ബൈ 1310 ഇൻറ്റു 100 എന്ന് വരും. അതിൻ്റെ ആൻസർ വരിക 129.77 എന്നാണ്. 2 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസും കൂടി എഴുതിക്കോളൂ. ഫ്രം ദ ഫോളോയിങ് ഡേറ്റ കൺസ്ട്രക്ട് ആൻ ഇൻഡെക്സ് ഫോർ 2014 ടേക്കിംഗ് 2010 ആസ് ബേസ് by the average of relative method using arithmetic mean. Second question using geometric mean. First column commodity ABCDE. Second column price in 2010 50 40 80 110 20.
തേർഡ് കോളം പ്രൈസ് ഇൻ 2014 70, 60, 90, 120, 20. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, യൂസിങ് ദ ഫോളോയിങ് ഡേറ്റ കാൽക്കുലേറ്റ് ലാസ്റ്റ് പേഴ്സ് ഇൻഡെക്സ്, പാഷേഴ്സ് ഇൻഡെക്സ് ആൻഡ് ഫിഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ്. ഫസ്റ്റ് കോളം കമ്മോഡിറ്റീസ് ABC, സെക്കൻഡ് കോളത്തിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബേസ് ചെയ്യുന്ന പ്രൈസും ക്വാണ്ടിറ്റി എന്നും വെച്ചിട്ട് 15, 20, 30, 5, 8, 3. അടുത്ത കോളം കറണ്ട് ഇയർ ആണ്, അതിനെയും പ്രൈസ് ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് 25, 28, 40, ക്വാണ്ടിറ്റി 874. ഇത്രയും നേരം ക്ഷമയോടുകൂടി ക്ലാസ് ശ്രദ്ധിച്ചിരുന്നതിന് നന്ദി പറയുന്നു.